ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പൈഡർമാൻ തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ് നമ്മൾ ഈ ഒരു തീം ചെയ്യുന്നത്. ടോൾ കേക്കായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ വേണമെന്നായിരുന്നു നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ക്രീമിൽ അധികമൊന്നും കളർ ആഡ് ചെയ്തിട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം നമ്മൾ ഈ ഒരു റെഡ് കളർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതേപോലെ ചോക്ലേറ്റ് ഗണാഷിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗണാഷയിലേക്ക് ഇതേപോലെ റെഡ് കളർ ആഡ് ചെയ്യുമ്പം അധികമൊന്നും നമ്മൾ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രീമിലാകുമ്പോഴാണ് നമ്മൾ ഒരുപാട് കളർ ആഡ് ചെയ്ത് സ്പൈഡർമാൻ തീമിൻ്റെ ആ റെഡ് കളർ ആക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ കയ്യിലും വായിലൊക്കെ ഫുൾ റെഡ് കളർ ആയിരിക്കും. ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ കേക്കിലേക്ക് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ നെറ്റ് വരച്ചു കൊടുക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതേപോലെ നെറ്റ് വരക്കാൻ കിട്ടുന്ന ചോക്ലേറ്റ് ഗണാഷൊക്കെ ഇത്ര തിക്കായിട്ടും തിന്നായിട്ടൊക്കെ കിട്ടിയത്. ഈ ഒരു കേക്കിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ നേരെ പോയി ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പൈഡർമാൻ തീം കേക്ക് ചെയ്യുന്നത് ഇതേപോലെ നെറ്റ് വരക്കാനൊക്കെ നല്ല എഫേർട്ട് ഉണ്ട്. ഈ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷെ നമ്മൾ ഇതുപോലെ നെറ്റ് വരക്കുമ്പം കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയതെങ്കിൽ തീരെ സെറ്റാവില്ല, നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു റെഡ് ചോക്ലേറ്റ് ഗണാഷെ കുറച്ച് ലൂസായി പോയി കഴിഞ്ഞാലും പണി കിട്ടും, അതേപോലെ തന്നെ ടൈറ്റായി പോയി കഴിഞ്ഞാലും പണി കിട്ടും. ചോക്ലേറ്റ് ഗണാഷെ നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സെറ്റായിട്ടുള്ള കേക്കിലേക്ക്, അതായത് നല്ല കൂളായിട്ടുള്ള കേക്കിലേക്ക് വേണം ചോക്ലേറ്റ് ഗണാഷെ അപ്ലൈ ചെയ്യാൻ. അതേപോലെ തന്നെ ചോക്ലേറ്റ് ഗണാഷെ നമ്മൾ കേക്കിലേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണം. നമ്മൾ സെറ്റാവാത്ത കേക്കിലേക്ക് ഇതേപോലെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മെൽറ്റായി പോയിട്ട് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രിൻ്റ് മുഴുവനായിട്ടൊന്ന് വൃത്തിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെക്കുന്നത് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടാണ്. ഇതിൽ വെച്ചിരിക്കുന്ന സ്പൈഡറിനെയും അതേപോലെ തന്നെ സ്പൈഡർമാനെയൊക്കെ കട്ട് ചെയ്യാൻ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ വെക്കുന്ന സ്റ്റിക്കറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സെലോ ടാപ്പ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്തതെങ്കിലും നമ്മൾ ടോളായിട്ട് കേക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഏകദേശം 2 kg വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു കേക്കിന്. പിന്നെ ഇതേപോലെ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാണ്ട് ഇരുന്നാൽ മതി, അപ്പോൾ കേക്ക് സെറ്റായിട്ട് ഇരുന്നോളും. ഇങ്ങനെ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഷുഗർ സിറപ്പ് കേക്കിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഷുഗർ സിറപ്പ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയും 1.25 കപ്പ് വെള്ളം. ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. നമ്മൾക്ക് ഒന്നിലധികം കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. സാധാരണ വൈറ്റ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ കേക്കിലേക്കാണ് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചെറി കൂടെ ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ക്രഷുകൾ ഉണ്ടെങ്കിൽ, സ്ട്രോബെറിയോ അല്ലെങ്കിൽ മാംഗോ ക്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കേക്കിലേക്ക് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുക്കരുത്, നൈസായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. സ്ട്രോബെറി കേക്കിൽ മാത്രമേ സ്ട്രോബെറി ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ മാംഗോ കേക്കിൽ മാത്രമേ മാംഗോ ആഡ് ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും വൈറ്റ് ഫോറസ്റ്റ് കേക്കിലൊക്കെ ഇതുപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ ക്രഷ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ തീം കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. സ്പൈഡർമാൻ്റെ നെറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നെയിമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.